ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് എല്ലാവർക്കും ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നത് ലൈഫ്. പക്ഷെ പല ലൈഫ് സിറ്റുവേഷൻസ് കാരണം അത് റിയലൈസ് ചെയ്യാണ്ട് അത് മറന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു വെള്ളത്തിലൊക്കെ ഇറങ്ങി സർഫിങ് ചെയ്യണമെന്നും. പക്ഷെ അത് ഭയങ്കര പേടിയും ഇനിയിപ്പോൾ കുറെ പ്രായമായോ എന്നുള്ള തോട്ട് കൂടെ വീട്ടിലുള്ളവരും ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വന്ന് ചെയ്തപ്പോഴാണ് എത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള എക്സൈറ്റ്മെന്റും നമ്മൾ മറന്നുപോയ ചില അഡ്രിനാലിൻ റഷിനൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇതെൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് സർഫിങ്ങിന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എന്താ പറയുക, വേവ്സുമായിട്ടുള്ള ഒരു ഫിയർ കാരണം എനിക്ക് വന്ന് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റിയില്ല. കാരണം അതൊന്ന് സർപ്പാസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം അത്രയും വലിയ വേവ്സ് ഡ്യൂ ടു മൺസൂൺ സീസൺ വരുന്നതുകൊണ്ട് വേവ്സ് വലുതാവും, അങ്ങനെ കുറേ കാര്യമാണ്. പക്ഷെ കുറച്ചും കൂടെ അഡ്രിനാലിനും നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് ടൈം എടുത്തു. സോ ഐ ഓൺലി ഡിഡ് വെരി ലിറ്റിൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടു നോക്കുക. ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്യാൻ. അതിൻ്റെതായ ഒരു ലൈക്ക് എനിക്ക് വേണ്ട ആ ഒരു ഫീല് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ വേറെ ചിലർ നന്നായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണാം. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മോർണിംഗ് 7:30 ഇവർ സർഫിംഗ് ബോർഡൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വാമപ്പ് ചെയ്തു. കാരണം ബോഡി കുറച്ച് മൊബിലിറ്റിയും നല്ലൊരു വാമപ്പൊക്കെ ആക്കി എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സർഫിംഗ് ബോർഡ് വെള്ളത്തിൽ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്ത് നീന്താൻ പറ്റണം, കൈ കൊണ്ട് പാഡിൽ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാമപ്പും അത് കടലിൽ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ പ്രാക്ടീസ് എല്ലാം ഇവിടെ ചെയ്യും. വലിയൊരു വേവ്സ് വരുമ്പോഴത്തേക്കും നീന്തിക്കൊണ്ടിരുന്ന നമ്മൾ അതിൽ നിന്ന് പോപ്പപ്പ് ചെയ്ത് എഴുന്നേറ്റ് നിന്ന് സർഫ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. സ്കേറ്റിംഗ് ചെയ്യുന്നവരും അത്ലറ്റ്സിനൊക്കെ ചിലപ്പോൾ പ്രോഗ്രസ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റും. സ്കേറ്റിംഗ് ബോർഡിൻ്റെ അടുത്തൊരു ലീഷുണ്ട് നമ്മുടെ കാലിൽ കെട്ടുന്നത്. അത് ബേസിക്കലി നമ്മുടെ ലൈഫ് ജാക്കറ്റ് പോലെയാണ് അതിൻ്റെ ഒരു യൂസ്. കാരണം വെള്ളം വന്ന് നമ്മൾ മുങ്ങിപ്പോവുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേപോലെ ബോർഡുമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നല്ല രീതിയിൽ മൺസൂൺ സീസൺ എത്തുന്നതുകൊണ്ട് തന്നെ ടൈഡ്സ് നല്ല കൂടുതലുണ്ട്, വേവ്സും നല്ല വലുതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി സ്പെക്സ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ ഒരു പ്രോഗ്രസ് ഭയങ്കര സ്ലോ ആയിരുന്നു. ബാക്കിയുള്ളവരുടെ പ്രോഗ്രസ് നല്ല രീതിയിലുണ്ടായിരുന്നു. കുറേ നേരം ബോർഡ് വെച്ച് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ബോഡി പ്രാക്ടീസ് ചെയ്ത് വെള്ളത്തിൽ തന്നെ കിടന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു അക്വൈൻറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സർഫിംഗ് കോഡസ്. ഇതിന്റെ ഈ ഒരു പോർഷൻ നോസ് ഏരിയ. ഇതിൽ കൂടെ വെള്ളം ഇതേപോലെ പോകുമ്പോൾ നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്ത് ഈ ബാക്കിലുള്ള നോസ് ഇങ്ങനെ 3 ഫിൻസ് ഉണ്ട്. ഈ ഫിൻസിൽ കൂടെ വെള്ളം നമ്മളിങ്ങനെ ഈ ബാക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് പാഡിൽ ചെയ്ത് കൊണ്ടോട്ട് പോയിട്ടാണ് നമ്മൾ ഇത് നിന്നിട്ട് സർഫ് ചെയ്യുന്നത്. സോ ഇതിന് ഒരു കോർ ബാലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആദ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത്. ആൻഡ് ദിസ് വൺ ലീഷ്. ഈ ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈഫ് ജാക്കറ്റ് പോലെ. ഇത് ഇട്ട് കഴിഞ്ഞാല് ഇതിപ്പോ ബോർഡ് നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇത് വിട്ടുപോയാലും വി ആർ സേഫ്. കാരണം ഇതുമ്മേ തന്നെ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ കാലിൽ കെട്ടിയിട്ടാണ് നമ്മള് കടലിലേക്ക് നമ്മൾ സർഫ് ചെയ്യാൻ വേണ്ടി ദി വാക്ക് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണൊരു ഓവറോൾ ഒരു സർഫിംഗ് ബോർഡിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്നൊരു ഇൻപുട്ട്.